മാന്യതയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തന്നോട് നന്മ ചെയ്ത ഒരാളോട് തിരിച്ച് തിന്മ ചെയ്യുകയില്ല. അത് വളരെ മാന്യതക്കേടാണ് അല്ലേ? ദുനിയാവിലൊരു മനുഷ്യൻ നിനക്കൊരു 10,000 രൂപ തന്നു വിചാരിക്കുക, ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ ഒരു 10,000 രൂപ തന്നു. ആ മനുഷ്യൻ നിന്നോട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടാൽ അയാളെ ധിക്കരിക്കുക, ഇത് എത്ര മോശമായ കാര്യം. നീ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, നീ ചെയ്തത് മോശമാണ് എന്നല്ലാതെ മറ്റു വല്ല വാക്കും നിനക്ക് ആളുകൾക്ക് കേൾക്കാൻ പറ്റും? പറയോ? ഇല്ല, ആരും പറയില്ല. നിന്നെ അങ്ങനെ ഒരു പ്രയാസത്തിൽ സഹായിച്ച ഒരാളല്ലേ, അയാൾ പറഞ്ഞ് നീ കേൾക്കണ്ടേ എന്നേ ആളുകൾ ചോദിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിന് സാധിക്കുകയില്ല. ഒന്ന് എണ്ണാൻ നോക്കി നിങ്ങൾ. നിന്റെ കണ്ണു മുതൽ അങ്ങ് തുടങ്ങി നോക്കൂ, നിന്റെ ശ്വസിക്കുന്ന വായു മുതൽ അങ്ങ് ചിന്തിച്ചു നോക്കൂ, ഓരോന്നും ആലോചിച്ച് നോക്കൂ. ഓരോന്നും നഷ്ടപ്പെട്ടവരെ കുറിച്ച് നീ ചിന്തിക്കുക, കണ്ണില്ലാത്തവനെ കുറിച്ച് ആലോചിക്കുക. എങ്ങനെയാണ് അവൻ നടക്കുന്നത്? ശ്വാസത്തിന് പ്രയാസപ്പെടുന്ന ആസ്മ ബാധിച്ച ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ശ്വാസം വലിക്കുന്നതിന് അനുഭവിക്കുന്ന പ്രയാസം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, നീ അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്യണം. നീ എത്ര സുഖസുന്ദരമാണ് ശ്വാസം വലിക്കുന്നത്. അൽഹംദുലില്ലാഹ്.